നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. കണി കണ്ടുണർന്ന് മലയാളം. കർണികാരങ്ങളാൽ കണിയൊരുക്കി മലയാളികൾ വിഷു ആഘോഷിക്കുന്നു. ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ പ്രത്യേക ചടങ്ങുകൾ. മൺസൂൺ പതിവിലും കുറവായിരിക്കുമെന്ന കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ആദ്യഘട്ട പ്രവചനം കേരളത്തെ കാര്യമായി ബാധിക്കില്ലെന്ന് സൂചന. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കാലവർഷ ലഭ്യതയിൽ കാര്യമായ കുറവുണ്ടാകില്ലെന്ന് സ്വകാര്യ ഏജൻസിയായ സ്കൈമെറ്റ്. എൽ നിനോ പ്രതിഭാസം ഓഗസ്റ്റിൽ സാന്നിധ്യം അറിയിക്കുമെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ കേന്ദ്രം. വിഷുദിനത്തിൽ സ്വർണ്ണവിലയിൽ വർധനവ്. പവന് 1040 രൂപ വർദ്ധിച്ചു. ഗ്രാമിന് 130 രൂപ കൂടി. വിശദമായ വാർത്തകളിലേക്ക്. ഒരു വിഷുപ്പാട്ടിന്റെ ചിറകിൽ ഞാൻ ഇന്നലെ ഒരുപാട് ദൂരം പറന്നു ചെന്നു. മലയാളത്തിന് വിഷു എത്രയും പ്രിയപ്പെട്ടതാണെന്ന് ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടിയുടെ ഈ വരികളിൽ നിന്നും നമുക്ക് വ്യക്തമാണ്. മലയാളം വിഷുവിനെ വരവേൽക്കുമ്പോൾ അത് സമൃദ്ധിയിലേക്കുള്ള പ്രതീക്ഷയുടെ അയനം കൂടിയാണ്. എല്ലാ പ്രേക്ഷകർക്കും സൗത്ത് വിഷന്റെ വിഷു ആശംസകൾ നേർന്നുകൊണ്ട് ആദ്യം വിഷു കാഴ്ചകളിലേക്ക്. സമൃദ്ധിയുടെയും പ്രതീക്ഷയുടെയും പുലരിയുമായി മലയാളികൾ വിഷു ആഘോഷിക്കുന്നു. സമൃദ്ധിയും ഐശ്വര്യവും കണി കണ്ടുണർന്നാണ് മലയാളം വിഷു ആഘോഷം ആരംഭിക്കുന്നത്. വീടുകളിലും ക്ഷേത്രങ്ങളിലും ഉൾപ്പെടെ കണിയൊരുക്കിയിരുന്നു. ഐശ്വര്യത്തിന്റെയും പ്രതീക്ഷയുടെയും സമാധാനത്തിന്റെയും ഉത്സവമായി മലയാളികൾ വിഷു ആഘോഷിക്കുന്നു. കേരളത്തിന്റെ കാർഷികോത്സവമാണ് വിഷു. വരാനിരിക്കുന്ന ഒരു വർഷത്തെ ഫലത്തെക്കുറിച്ചുള്ള മലയാളി മനസ്സിന്റെ പ്രതീക്ഷ കൂടിയാണിത്. രാവും പകലും തുല്യമായ ദിവസമാണ് വിഷു. ഓണം കഴിഞ്ഞാൽ മലയാളികളുടെ ഏറ്റവും വലിയ ആഘോഷമാണ് വിഷു എന്ന് പറയാം. വിഷുക്കണിയൊരുക്കുക, കണി കാണുക, കൈനീട്ടം വാങ്ങുക, പുതുവസ്ത്രങ്ങൾ ധരിക്കുക, കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് വിഷുസദ്യ കഴിക്കുക തുടങ്ങിയവയാണ് വിഷുവിന്റെ പ്രധാന ചടങ്ങുകൾ. കൊന്നമരവും അവയുടെ മഞ്ഞപ്പൂക്കളും വിഷുവിന് പ്രധാനമാണ്. കേരളത്തിൽ മാത്രമല്ല, അയൽ സംസ്ഥാനങ്ങളിൽ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലും വിഷു ആഘോഷിക്കുന്നുണ്ട്. കണിക്കൊന്നയും ധാന്യശേഖരങ്ങളും കൊണ്ട് സമൃദ്ധമായ കണി കണ്ടാണ് വിഷുപുലരിയിൽ മലയാളി കൺതുറക്കുന്നത്. വിളവെടുപ്പുത്സവം എന്ന് പേരുള്ളതുകൊണ്ട് കാർഷിക വിളകൾക്കാണ് കണിയിൽ പ്രാധാന്യം. നിലവിളക്ക് തെളിച്ച് ഊട്ടുരുളിയിലാണ് കണിയൊരുക്കുന്നത്. കൊന്നപ്പൂവ്, വെള്ളരി, മാങ്ങ, ചക്ക, നാളികേരം, അഷ്ടമംഗല്യം, അരി, കോടിമുണ്ട്, സ്വർണം, പണം എന്നിവയെല്ലാം വിളക്കിന് മുന്നിൽ ഒരുക്കിയാണ് കണി ഒരുക്കുന്നത്. കൃഷ്ണപ്രതിമയും മതഗ്രന്ഥങ്ങളും ഉൾപ്പെടെ കണി കാണാനായി വയ്ക്കുന്നു. വിഷുവിനെ സംബന്ധിച്ച് പ്രധാനമായും 2 വിശ്വാസങ്ങളാണുള്ളത്. തിന്മയുടെ പ്രതീകമായ നരകാസുരനെ ശ്രീകൃഷ്ണൻ വധിച്ചതിന്റെ ആഘോഷമാണ് വിഷു എന്ന് ഐതിഹ്യമുണ്ട്. രാവണന്റെ ഭരണകാലത്ത് സൂര്യനെ നേരെ ഉദിക്കാൻ അനുവദിച്ചിരുന്നില്ലെന്നും രാവണവധത്തിനു ശേഷം സൂര്യൻ നേരെ ഉദിച്ചു തുടങ്ങിയതിന്റെ സ്മരണയ്ക്കായാണ് വിഷു ആഘോഷിക്കുന്നത് എന്നുമുള്ള വിശ്വാസമുണ്ട്. ലങ്കാദഹനത്തിന്റെ പ്രതീകമായി വിഷു തലേന്ന് വീട്ടുപരിസരം വൃത്തിയാക്കി ചപ്പുചവറുകൾ കത്തിക്കുന്ന രീതിയും ചിലയിടങ്ങളിലുണ്ട്. സ്നേഹത്തിന്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും കണി കണ്ടുണർന്ന് ഓരോ മലയാളിയും വിഷു ആഘോഷിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. വിഷുദിനത്തിൽ സ്വർണ്ണവിലയിൽ വർധനവ്. പവന് 1040 രൂപയുടെ വർധനവാണ് ഉണ്ടായത്. ഗ്രാമിന് 130 രൂപയാണ് കൂടിയത്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും വർധനവ്. 1,13,920 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന വിലയാണിത്. ഇതോടെ 1 ഗ്രാമിന് 14,240 രൂപയായി മാറി. കഴിഞ്ഞ ദിവസവും സ്വർണത്തിന് വില കൂടിയിരുന്നു. 1,12,880 രൂപയായിരുന്നു ഒരു പവൻ സ്വർണത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ വില. 14,110 രൂപയായിരുന്നു 1 ഗ്രാം സ്വർണത്തിന്റെ വില. ബുധനാഴ്ച പവന് കഴിഞ്ഞ ദിവസത്തേക്കാൾ 1040 രൂപയുടെ വർധനവാണ് ഉണ്ടായത്. 1 ഗ്രാമിന് 130 രൂപയാണ് വർദ്ധിച്ചത്. ഏപ്രിൽ 2-നാണ് ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ വില രേഖപ്പെടുത്തിയത്. 1,09,240 രൂപയായിരുന്നു അന്നത്തെ വില. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ സ്വർണ്ണവില വീണ്ടും ഉയരുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ച ഇസ്ലാമാബാദിൽ നടന്നെങ്കിലും സമവായത്തിലെത്തിയിരുന്നില്ല. ചർച്ചകൾ പരാജയപ്പെട്ടപ്പോൾ എണ്ണ വിതരണത്തെയും ആഗോള വ്യാപാരത്തെയും കുറിച്ചുള്ള ആശങ്ക വിപണികളെ അസ്ഥിരപ്പെടുത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്. ഈ വർഷത്തെ മൺസൂൺ പതിവിലും കുറവായിരിക്കുമെന്ന ഇന്ത്യൻ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ആദ്യഘട്ട പ്രവചനം കേരളത്തെ കാര്യമായി ബാധിക്കില്ലെന്ന് സൂചന. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കേരളത്തിന്റെ കാലവർഷ ലഭ്യതയിൽ കാര്യമായ കുറവുണ്ടാകില്ലെന്ന് സ്വകാര്യ ഏജൻസിയായ സ്കൈമെറ്റ് വിലയിരുത്തുന്നു. എൽ നിനോ പ്രതിഭാസം ഓഗസ്റ്റിൽ സാന്നിധ്യം അറിയിക്കുമെന്നാണ് ഇന്ത്യൻ കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത്. 2015 ശേഷം ആദ്യമായാണ് കാലാവസ്ഥാ വിഭാഗം മൺസൂണിന്റെ തോത് കുറയുമെന്ന് പ്രവചിച്ചിട്ടുള്ളത്.
ഈ വർഷത്തെ മൺസൂൺ പതിവിലും കുറവായിരിക്കുമെന്ന ഇന്ത്യൻ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ആദ്യഘട്ട പ്രവചനം കേരളത്തെ കാര്യമായി ബാധിക്കില്ലെന്ന സൂചനയാണ് വിവിധ കാലാവസ്ഥാ മാതൃകകൾ നൽകുന്നത്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കേരളത്തിൽ കാലവർഷ ലഭ്യതയിൽ കാര്യമായ കുറവുണ്ടാകില്ലെന്നാണ് രാജ്യത്തെ പ്രമുഖ സ്വകാര്യ കാലാവസ്ഥാ ഏജൻസിയായ സ്കൈമെറ്റിന്റെ വിലയിരുത്തൽ. പശ്ചിമഘട്ടത്തോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലും കർണാടകത്തിലും കാലവർഷത്തിന്റെ ആദ്യഘട്ടം മോശമാകില്ല. കേരളത്തിലെ തീരദേശ ജില്ലകളിലും മഴയുടെ അളവ് കുറയില്ലെന്നാണ് സ്കൈമെറ്റിന്റെ വിലയിരുത്തൽ. യൂറോപ്യൻ സെന്റർ ഫോർ മീഡിയം വെതർ ഫോർകാസ്റ്റിന്റെ നിലവിൽ ലഭ്യമായ പ്രവചന മാതൃക പ്രകാരവും സംസ്ഥാനത്തെ പല തീരദേശ ജില്ലകളിലും പതിവ് പോലെ ശക്തമായ കാലവർഷം പെയ്തിറങ്ങാനാണ് സാധ്യത. എന്നാൽ മുംബൈയിൽ ഉൾപ്പെടെ മറ്റ് സംസ്ഥാനങ്ങളിൽ മഴയുടെ അളവ് കുറയാനും വിതരണക്രമം താളം തെറ്റാനും സാധ്യതയുണ്ട്. പസഫിക് സമുദ്ര താപനിലയുമായി ബന്ധപ്പെട്ട എൽനിനോ പ്രതിഭാസം ഓഗസ്റ്റ് മാസത്തോടെ സാന്നിധ്യം അറിയിച്ചേക്കാമെന്ന് IMD മേധാവി ഡോക്ടർ M മഹാപത്ര പറഞ്ഞു. ഇത് മഴയുടെ ശക്തിയും തോതും കുറയ്ക്കും. എന്നാൽ ബംഗാൾ ഉൾക്കടലിലെയും അറബിക്കടലിലെയും സമുദ്ര താപനില മാറിമറിയുന്നത് മൂലമുണ്ടാകുന്ന ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ എന്ന സമുദ്ര താപന ദ്വന്ദ് പ്രതിഭാസം നീരാവി പകർന്ന ഇന്ത്യൻ മൺസൂണിന്റെ രക്ഷയ്ക്കെത്തുമെന്ന നേരിയ പ്രതീക്ഷ IMD ഉപേക്ഷിച്ചിട്ടില്ല. മാസത്തിൽ ഒരിക്കലെത്തുന്ന ആഗോള മഴപ്പാത്തി അനുകൂലമായാലും മഴ കോരിച്ചൊരിയും. ഇത് കേരളത്തിന് മുകളിലൂടെ മൺസൂൺ കാലത്ത് കടന്നു പോകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. 2015 ശേഷം ഇതാദ്യമായാണ് കാലാവസ്ഥാ വിഭാഗം മൺസൂൺ തോത് കുറയുമെന്ന് പ്രവചിച്ചിരിക്കുന്നത്. 1960 ശേഷം 16 തവണ എൽനിനോ പ്രത്യക്ഷമായതിൽ 9 തവണ രാജ്യം കടുത്ത വരൾച്ച നേരിട്ടു. 2002, 2009, 2015 വർഷങ്ങളിലായിരുന്നു ഇത് ഏറ്റവും രൂക്ഷം. യുദ്ധ സാഹചര്യം മൂലം രാസവളങ്ങളുടെ വരവ് കുറഞ്ഞതിനൊപ്പം മഴ കുറഞ്ഞ് വരൾച്ചാ സാഹചര്യം സംജാതമാവുകയും ചെയ്യുന്നത് രാജ്യത്തിന്റെ കാർഷിക സമ്പദ്ഘടനയ്ക്ക് തിരിച്ചടിയാകുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ന്യൂസ് ഡെസ്ക്. ഡോക്ടർ BR അംബേദ്കർ ജന്മദിനാഘോഷം സംഘടിപ്പിച്ചു. BKMU അഞ്ചൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ജന്മദിനാഘോഷം നടത്തിയത്. BKMU അഞ്ചൽ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഡോക്ടർ BR അംബേദ്കർ ജന്മദിനാഘോഷം നടത്തിയത്. BKMU സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാജു ഉദ്ഘാടനം ചെയ്തു. അത് ദേശീയ അടിസ്ഥാനത്തിൽ പല മേഖലകളിലും ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ BKMU അതുപോലെ തന്നെ കിസാൻ സഭ ഇവയൊക്കെ സംയുക്തമായി തന്നെ ഇന്ത്യയുടെ പല ഭാഗത്തും അദ്ദേഹത്തിൻ്റെ 130കനത്ത ചൂടിലുരുകി കൊല്ലം ജില്ല. വരും ദിവസങ്ങളിൽ ചൂട് ഇനിയും കൂടുമെന്നാണ് പ്രവചനം. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജില്ലകളിലൊന്നായി കൊല്ലം മാറിക്കഴിഞ്ഞു. അടുത്ത 3 ദിവസങ്ങളിൽ 38 ഡിഗ്രി വരെയും 17 മുതൽ 39 ഡിഗ്രി വരെയും ചൂട് അനുഭവപ്പെടുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത്. വായുവിലെ ഈർപ്പവും ചൂടും ഒരുമിച്ച് വരുന്നതിനാൽ യഥാർത്ഥ താപനിലയേക്കാൾ 5 മുതൽ 7 വരെ ഡിഗ്രി സെൽഷ്യസ് വരെ കൂടിയ ചൂടാണ് അനുഭവപ്പെടുന്നത്. രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ പുറം ജോലികളിൽ ഏർപ്പെടേണ്ടി വരുന്ന നിർമ്മാണ തൊഴിലാളികൾ, ലോട്ടറി വിൽപ്പനക്കാർ, ഗിഗ് തൊഴിലാളികൾ, വഴിയോര വിൽപ്പനക്കാർ തുടങ്ങിയവരാണ് ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നത്. ചൂട് കൂടുതലാണെങ്കിലും അൾട്രാവയലറ്റ് സൂചികയിൽ കൊല്ലം ജില്ലയിൽ നിലവിൽ കുറവുണ്ടായിട്ടുണ്ട്. അപകടാവസ്ഥയിലുള്ള ഓറഞ്ച് അലർട്ട് പട്ടികയിൽ നിന്ന് യെല്ലോ അലർട്ടിലേക്ക് ജില്ല മാറി. എങ്കിലും ജാഗ്രത അനിവാര്യമാണ്. UV ഇൻഡെക്സിൽ 8 നിന്ന് 7 കുറഞ്ഞത്. സൂര്യപ്രകാശത്തിനൊപ്പം ഭൂമിയിൽ പതിക്കുന്ന അൾട്രാവയലറ്റ് വികിരണങ്ങളുടെ അളവാണ് ഈ സൂചിക. തുടർച്ചയായി കൂടുതൽ സമയം അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിലേൽക്കുന്നത് സൂര്യാതപത്തിനും ത്വക്ക് രോഗങ്ങൾക്കും നേത്രരോഗങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും. വെയിൽ കനത്തതോടെ ചൂടുമായി ബന്ധപ്പെട്ട് വ്യാജ പ്രചാരണങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമാണ്. ഏപ്രിൽ 29 മുതൽ മെയ് 12 വരെ താപനില 45 ഡിഗ്രി മുതൽ 55 ഡിഗ്രി വരെ ഉയരുമെന്നും
തുറസായ സ്ഥലങ്ങളിൽ നിൽക്കരുതെന്നുമുള്ള വാട്സാപ്പ് സന്ദേശമാണ് പ്രചരിക്കുന്നത്. കേരളത്തിൽ താപനില 54 ഡിഗ്രിയാകുമെന്ന് ഇതുവരെയും കേന്ദ്ര സംസ്ഥാന കാലാവസ്ഥാ വകുപ്പുകൾ പ്രവചിച്ചിട്ടില്ല. ഇത്തരം വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടുണ്ട്. സംസ്ഥാനത്ത് തന്നെ ചൂടിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പുനലൂരാണ്. ഭൂമിശാസ്ത്രപരമായ കാരണങ്ങളാണ് പുനലൂരിനെ കനലാക്കി നിലനിർത്തുന്നത്. പശ്ചിമഘട്ട മലനിരകളാൽ ചുറ്റപ്പെട്ടതും എന്നാൽ താഴ്ന്ന പ്രദേശമായി നിലനിൽക്കുകയും ചെയ്യുന്ന ഇടമാണ് പുനലൂർ. ഇത് കാറ്റിന്റെ ഗതിയെ തടസ്സപ്പെടുത്തുകയും ചൂടുള്ള വായു അവിടെ തന്നെ തങ്ങി നിൽക്കാൻ കാരണമാവുകയും ചെയ്യുന്നുണ്ട്. മലനിരകൾക്ക് താരതമ്യേന ഉയരം കുറവായതിനാൽ ആര്യങ്കാവിലൂടെ തമിഴ്നാട്ടിലെ കാറ്റ് കടന്നു വരുന്നതും തീരപ്രദേശത്ത് നിന്ന് അകന്നു നിൽക്കുന്നതിനാൽ തണുത്ത കടൽക്കാറ്റ് ഇവിടേക്ക് എത്താത്തതും താപനില ഉയരാൻ ഇടയാക്കുന്നു. മഴമേഘങ്ങളുടെ സാന്നിധ്യമില്ലാത്തതും ചൂടുകൂടാൻ കാരണമാണ്. വടക്കൻ അറബിക്കടലിൽ നിന്നുള്ള എതിർചക്രവാതവും ചൂടുകൂടിയ വായു സഞ്ചാരവും ചൂട് വർദ്ധിക്കാൻ മറ്റൊരു കാരണമാണെന്നും കാലാവസ്ഥാ കേന്ദ്രം അധികൃതർ പറയുന്നു. അടുത്ത 2 ദിവസങ്ങളിൽ വയനാടും ഇടുക്കിയും ഒഴികെയുള്ള ജില്ലകളിൽ താപനില 36 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ഉയരാൻ സാധ്യതയുണ്ട്. കൊല്ലം ജില്ലയിൽ തിങ്കളാഴ്ച 36.6 ഡിഗ്രി സെൽഷ്യസാണ് താപനില രേഖപ്പെടുത്തിയത്. ന്യൂസ് ബ്യൂറോ, ചവറ. ജലചൂഷണത്തിനെതിരെ പ്രദേശവാസികൾ രംഗത്ത്. ചവറ പട്ടത്താനത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ കുടിവെള്ള കമ്പനിയായ ജിതിൻ ഇൻഡസ്ട്രീസിനെതിരെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. അനുമതി നൽകിയിട്ടുള്ളതിനേക്കാൾ ജലം എടുക്കുന്നതിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് കമ്പനി അടച്ചിട്ടിരിക്കുകയായിരുന്നു. എന്നാൽ വേനൽക്കാലത്ത് എല്ലാ നടപടികളെയും മറികടന്ന് വീണ്ടും ജലചൂഷണം നടത്തുന്നതിനെതിരെയാണ് നാട്ടുകാർ രംഗത്തെത്തിയത്. ചവറ മുകുന്ദപുരം പട്ടത്താനത്ത് പ്രവർത്തിക്കുന്ന ജിതൻ ഇൻഡസ്ട്രീസ് എന്ന സ്ഥാപനത്തിനെതിരെയാണ് നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായിട്ടുള്ളത്. അളവിൽ കൂടുതലായി വൻതോതിൽ ജലചൂഷണം ചെയ്യുന്ന സാഹചര്യത്തിലാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. സ്ഥാപനത്തിന് ലൈസൻസോ മതിയായ രേഖകളോ ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു. കഴിഞ്ഞ 20 വർഷമായി പ്രവർത്തിക്കുന്ന സ്ഥാപനം ജലചൂഷണത്തെ തുടർന്ന് അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഗ്രൗണ്ട് വാട്ടർ വകുപ്പിന്റെ സർട്ടിഫിക്കറ്റുകളോ എത്ര വെള്ളമെടുക്കാം എന്നതിൻ്റെ സർട്ടിഫിക്കറ്റുകളോ ഇല്ലാതെയാണ് നിലവിൽ ജിതിൻ ഇൻഡസ്ട്രീസ് പ്രവർത്തിക്കുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ചവറ പട്ടത്താനത്ത് പ്രവർത്തിക്കുന്ന ജിതിൻ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന വാട്ടർ കമ്പനി ഇവിടുന്ന് വെള്ളം എടുത്ത് പ്യൂരിഫൈ ചെയ്ത് പുറത്ത് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. എൻ്റെ കഴിഞ്ഞ 20 വർഷമായിട്ട് പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ്. ഇപ്പോൾ ഇവിടെ വലിയ സർക്കാർ നേരത്തെ അനുവദിച്ചിരുന്നതിൽ നിന്നും വലിയ കൂടുതൽ തോതിലുള്ള വെള്ളം ടാങ്കർ ലോറി പുറത്തേക്ക് കൊണ്ടുപോയപ്പോഴാണ് നാട്ടുകാർ പ്രശ്നവുമായി വന്നത്. ആദ്യ ദിവസം ടാങ്കർ ലോറി വന്നു കഴിഞ്ഞപ്പോൾ നാട്ടുകാർ തടയുകയും ഇനി ഇത് ആവർത്തിക്കുകയില്ല എന്ന് മാനേജരും പോലീസിൻ്റെ സാന്നിധ്യത്തിൽ പറയുകയും ചെയ്തിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും വലിയ ടാങ്കർ ലോറി 6000 ലിറ്റർ വെള്ളം കൊള്ളുന്ന ടാങ്കർ ലോറിക്കകത്താണ് വീണ്ടും വെള്ളം കൊണ്ടുപോകാനായിട്ട് വന്നത്. ഇതിനെ നാട്ടുകാർ എതിർക്കുകയും കളക്ടർക്ക് പരാതി കൊടുക്കുകയും ചെയ്തു. പരാതി കൊടുത്ത് പോലീസിൽ വിളിച്ച് കളക്ടറും വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് ഇതിന് കാലാനുസൃതമായ ലൈസൻസുകളോ ബാക്കി ടെസ്റ്റുകളോ ഒന്നും നടത്തിയിട്ടില്ല. ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും മറ്റും ടെസ്റ്റുകൾ നടത്തുകയോ അവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് നൽകുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടുന്ന് എത്ര വെള്ളം എടുക്കാമെന്നുള്ളതിൻ്റെ ഈൽഡ് സർട്ടിഫിക്കറ്റ് ഇല്ല. ഇതെല്ലാം വെച്ചുകൊണ്ട് പുതിയ ഈൽഡ് സർട്ടിഫിക്കറ്റ് എടുക്കാനായിട്ട് പറഞ്ഞു. അതുവരെ കമ്പനി അടച്ചിടാനായിട്ട് ജില്ലാ കളക്ടറും ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം നിർദ്ദേശം കൊടുത്തതാണ്. എന്നാൽ ഈ നിർദ്ദേശങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ റിസൾട്ട് കിട്ടുന്നതിന് മുൻപായിട്ട് തന്നെ ഈ വെള്ളക്കമ്പനി വീണ്ടും തുറക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് ബന്ധപ്പെട്ട രേഖകൾ ശേഖരിക്കുന്നതുവരെ കമ്പനി അടച്ചിടാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിരുന്നു. ഈ നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തിയാണ് മതിയായ രേഖകളില്ലാതെ വീണ്ടും കമ്പനി പ്രവർത്തിക്കാൻ ആരംഭിച്ചത്. കടുത്ത വേനലിൽ വീണ്ടും കമ്പനി പ്രവർത്തിക്കാൻ തുടങ്ങിയതോടെ സമീപ പ്രദേശങ്ങളിലെ കിണറ്റിലെ ജലനിരപ്പ് കുത്തനെ താഴുന്ന സ്ഥിതിയുണ്ട്. പ്രദേശവാസികളുടെ കുടിവെള്ളം മുട്ടിക്കുന്ന തരത്തിലേക്ക് സ്വകാര്യ കമ്പനി മാറുന്ന സാഹചര്യത്തിലാണ് നാട്ടുകാർ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. അളവിൽ കൂടുതലായി ഇവർ ജലം ശേഖരിക്കുന്നതായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. ജനങ്ങളെ ബാധിക്കുന്ന തരത്തിൽ കുടിവെള്ള കമ്പനിയുടെ പ്രവർത്തനം നടത്തുന്നതിനെതിരെയാണ് ജനങ്ങൾ രംഗത്തെത്തിയിട്ടുള്ളത്. നിയമാനുസൃതമായ രേഖകൾ ഹാജരാക്കാത്തതുകൊണ്ട് ഹൈക്കോടതി പോലീസ് പ്രൊട്ടക്ഷൻ അനുവദിച്ചില്ല. ഈ പോലീസ് പ്രൊട്ടക്ഷൻ അനുവദിക്കാതെയും കളക്ടറുടെ ഉത്തരവ് കിട്ടാതെയും ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടെസ്റ്റ് നടത്താതെയും അതിൻ്റെ ഈൽഡ് സർട്ടിഫിക്കറ്റ് കിട്ടാതെയും പഞ്ചായത്തിൻ്റെ ലൈസൻസ് വാങ്ങാതെയും ഈ സ്ഥാപനം വീണ്ടും തുറന്ന് പ്രവർത്തിക്കാൻ ശ്രമിച്ചപ്പോൾ ഇന്ന് ഇതിൻ്റെ പ്രവർത്തനം വീണ്ടും തുടങ്ങാനായിട്ട് ഇവിടെ സ്റ്റാഫും എല്ലാം വന്നു.
നാട്ടുകാർ വലിയ പ്രക്ഷോഭവുമായിട്ട് ഇവിടെ വന്നു. ഈ പ്രദേശത്തുള്ള മുഴുവൻ ജനങ്ങളും ഒത്തുകൂടി. കാരണം ആ പ്രദേശത്ത് ഇതിൻ്റെ പരിസരവാസികളുടെ കിണറ്റിലെ വെള്ളം വളരെ വലിയ തോതിൽ താഴ്ന്നു പോകുന്ന ഒരവസ്ഥയാണ്. അവർക്ക് കുടിവെള്ളത്തിന് പോലും വെള്ളം കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് ബുദ്ധിമുട്ടിയപ്പോൾ അവരിന്ന് രാവിലെ വന്ന് ഈ കമ്പനിയിൽ തടസ്സം സൃഷ്ടിക്കുകയും ഇവർ ഇതിൻ്റെ നിയമാനുസൃതമായ ഉത്തരവ് വാങ്ങിച്ചുകൊണ്ട് മാത്രമേ കമ്പനി പ്രവർത്തിക്കാവൂ എന്ന് നിർദ്ദേശിച്ചു. പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ഇതിൻ്റെ മാനേജരും മറ്റും വളരെ മോശപ്പെട്ട രീതിയിലാണ് പൊതുജനങ്ങളോടും ഒക്കെ പ്രതികരിച്ചത്. ന്യൂസ് ബ്യൂറോ, ചവറ. തൃശൂർ പൂരത്തിന് തിടംപേറ്റാൻ തൃക്കടവൂരിന്റെ അഭിമാനമായ തൃക്കടവൂർ ശിവരാജു എത്തുന്നു. ഇതോടെ ആനപ്രേമികൾ ആവേശത്തിലാണ്. വൈദ്യപരിശോധനകൾ പൂർത്തിയായതിന് പിന്നാലെയാണ് ദേവസ്വം ബോർഡ് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയത്. ആനപ്രേമികളുടെ ഹൃദയം കീഴടക്കിയ തൃക്കടവൂർ ശിവരാജു ഇത്തവണ തൃശൂർ പൂരത്തിന് പൂരത്തിടംപേറ്റും. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ തൃശൂർ പൂരത്തിൽ പാറമേക്കാവിന്റെ നായകനാകാനുള്ള തയ്യാറെടുപ്പിലാണ് ശിവരാജു. പാറമേക്കാവ് ദേവസ്വത്തിന്റെ ക്ഷണക്കത്തിന് പിന്നാലെയാണ് ദേവസ്വം ബോർഡ് നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. വൈദ്യപരിശോധനയ്ക്ക് പിന്നാലെ വിദഗ്ധ ഡോക്ടർമാരുടെ യോഗം അനുകൂല റിപ്പോർട്ട് സമർപ്പിക്കുകയും പിന്നാലെ ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ ഉത്തരവിറക്കുകയും ചെയ്തു. ഇതോടെ പാറമേൽക്കാവിലമ്മയുടെ തിടംപേറ്റുന്നത് ശിവരാജു തന്നെയാണെന്ന് ഉറപ്പായി. ഇനി തൃശ്ശൂരിലേക്ക് പോകാനുള്ള ഒരുക്കമാണ്. ക്ഷേത്രഭരണ സമിതിക്ക് നേരത്തെ അമ്പലത്തിൽ പോയി തിടമ്പ് കിട്ടിയിട്ടില്ലെങ്കിൽ തന്നെയും ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് ശിവരാജു. ഇപ്പോൾ അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പം കമ്മിറ്റിക്ക് മാത്രമല്ല, നമ്മൾ കരയിലുള്ള 8 കരയിലുള്ള ആൾക്കാർക്ക് ഇതൊരു ആഹ്ലാദത്തിൻ്റെ നിമിഷമാണ്. അത് പല ആൾക്കാരും പോകാനായിട്ട് തയ്യാറെടുത്ത് കാണാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ തൃക്കടൂരപ്പൻ്റെ സഹായത്താൽ ഇനിയും ശിവരാജുവിന് ഉയരങ്ങളിലേക്ക് പോകട്ടെ എന്നാണ് ഈ പറയാനുള്ളത്. കടന്നിട്ടാണ് അവൻ ഈ വിധത്തിൽ എത്തിയിരിക്കുന്നത്. യാത്രയായപ്പോൾ മാത്രമല്ല, തിരിച്ചു വരുമ്പോൾ നമ്മളൊരു സ്വീകരണം കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഈ തൃശ്ശൂർ പൂരത്തിന് നേരത്തെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ തിടംപേറ്റാനുള്ള അവസരം ഇപ്പോൾ കിട്ടിയതിൽ ഇവിടുത്തെ ഈ ആനക്കാർക്കെല്ലാം ഒരു ആഹ്ലാദത്തിൻ്റെ നിമിഷമാണ്. ഗജരാജരത്നം ശിവരാജുവിനെ പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂരിലേക്ക് യാത്രയയക്കുന്ന സന്തോഷത്തിലാണ് കൊല്ലം തൃക്കടവൂർ ക്ഷേത്ര ഭരണസമിതി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ആനകളിൽ തലയെടുപ്പും ലക്ഷണ സൗന്ദര്യവും കൊണ്ട് ശ്രദ്ധേയനായ ഗജവീരനാണ് ശിവരാജു. ചെവിയുടെ പ്രത്യേക ഘടനയും ഭംഗിയുമാണ് ശിവരാജുവിനെ മറ്റ് ആനകളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത്. കൊല്ലത്തിന്റെ മണ്ണിൽ വളർന്ന ഈ ഗജവീരനെ പൂരങ്ങളുടെ പൂരത്തിലേക്ക് യാത്രയാക്കുന്നതിന് ഒരു ഉത്സവമായി മാറ്റാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ. ഗംഭീരമായ നടയും തലയെടുപ്പും കൊണ്ട് ആരാധകരെ വിസ്മയിപ്പിച്ച ശിവരാജുവിനെ തൃശൂർ പൂരത്തിൽ നായകനായി കാണാൻ കാത്തിരിക്കുകയാണ് ആനപ്രേമികൾ. നമുക്ക് വളരെയധികം സന്തോഷമാണുള്ളത്. ഞങ്ങൾക്ക് എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് തന്നെ അറിയില്ല. ആദ്യമേ ഇതേപോലെ തൃശ്ശൂർ പൂരത്തിന് ഇങ്ങനെ ഒരു അവസരം വരുന്നുണ്ട് എന്ന് ഞങ്ങൾ അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് വളരെയധികം എക്സൈറ്റ്മെൻ്റ് ആണ് ഉണ്ടായിരുന്നത്. പിന്നെ 16 വർഷം മുമ്പാണ് ശിവരാജുവിന് ഇങ്ങനൊരു അവസരം, പാറമേക്കാവിൻ്റെ കൂട്ടാനായിട്ട് നിൽക്കാനൊരു അവസരം 16 വർഷങ്ങൾക്ക് മുമ്പെയാണ് ലഭിച്ചിരുന്നത്. അതിനുശേഷം ഇപ്പോഴാണ് അവന് തിടമ്പാനയായിട്ട് പാറമേക്കാവിൽ അമ്മയുടെ തിടംപേറ്റി വടക്കുന്നാഥന് മുമ്പിൽ വന്ന് നിൽക്കാൻ കഴിയുന്നൊരു ഭാഗ്യം അവൻ ഇത്തവണ അവന് ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷമാണ് ഞങ്ങൾക്കുള്ളത്. ഈ കേരളം മുൻപാട് മൊത്തത്തിൽ ഫാൻ ബേസ് ഉള്ള ഒരു ആനയാണ് തൃക്കടവൂർ ശിവരാജു, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട രാജുട്ടൻ. അങ്ങനെ ഞങ്ങൾക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ തൃക്കടവൂരപ്പനോടും അതേപോലെ തന്നെ വടക്കുന്നാഥനോടും പാറമേക്കാവ് ഭഗവതിയോടും എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു. ഭയങ്കരമായ സന്തോഷവും പ്രാർത്ഥനകളും എപ്പോഴും ഉണ്ട്. എന്നും അവൻ ഇതേപോലെ തന്നെ സന്തോഷമായി ഇരിക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ജനവാസ മേഖലയിൽ പുലിയിറങ്ങി. പത്തനാപുരം മാങ്കോട് വാർഡിലാണ് പുലിയിറങ്ങിയത്. കാട്ടുപൂച്ചയെ പുലി ഓടിച്ചിട്ട് പിടിക്കുകയും ചെയ്തു. ജനവാസ മേഖലയിലാണ് പുലി ഇറങ്ങിയത്. പത്തനാപുരം മാങ്കോട് വാർഡിലാണ് ഞായറാഴ്ച രാത്രി പുലിയെ കണ്ടത്. ബിന്ദു ഭവനിൽ രാധാമണിയുടെ വീട്ടുമുറ്റത്താണ് പുലിയെ കണ്ടത്. കാട്ടുപൂച്ചയെ പുലി ഓടിച്ചിട്ട് പിടികൂടുന്നത് വീട്ടുകാർ നേരിൽ കണ്ടു. കാട്ടുപൂച്ചയ്ക്ക് ജീവനുണ്ടായിരുന്നെങ്കിലും പിന്നീട് ചത്തു. പഞ്ചായത്ത് അംഗം KP രാജുവിന്റെ നേതൃത്വത്തിൽ പുലിയെ കണ്ടെത്തി ഉൾവനത്തിലേക്ക് തുരത്താനുള്ള ശ്രമം തുടരുകയാണ്. നാട്ടുകാർ അറിയിച്ചതനുസരിച്ച് വനപാലക സംഘവും സ്ഥലത്തെത്തിയിട്ടുണ്ട്. നേരത്തെയും പ്രദേശത്ത് പശു, പട്ടി ഉൾപ്പെടെ വളർത്തുമൃഗങ്ങളെ പുലി പിടിച്ചിട്ടുണ്ട്. ജനവാസ മേഖലയിൽ പുലി, ആന, കാട്ടുപോത്ത് എന്നിവയുടെ ഉൾപ്പെടെ ശല്യം രൂക്ഷമാണ്. വനംവകുപ്പ് ആവശ്യമായ നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപവുമുണ്ട്. ഞങ്ങളാണെങ്കിൽ ഈ പട്ടിയുടെ അവിടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം ഇവിടെ പട്ടിയാണ് എന്താണെന്ന് മനസ്സിലായില്ല, അലക്കുന്നതായിട്ട്. അന്നേരം നോക്കിയപ്പം പാക്കാൻ്റെ
ആദ്യം മനസ്സിലായില്ല പുലിയാണ്, പൂച്ചയാണ്, പട്ടിയാണ് കടികൂടുമെന്ന് വിചാരിച്ച്. അന്നേരം നോക്കിയപ്പോഴാണെങ്കിൽ പുലിയും കാക്കാണ്ടായെന്ന് മനസ്സിലായി. അന്നേരം ഞാനാണെങ്കിൽ അച്ഛനെ വിളിച്ച്, അന്നത്തേനും അച്ഛൻ അവിടെ പുലിയാന്ന് പറഞ്ഞ് വിളിച്ച് പറഞ്ഞപ്പോഴത്തേന് എല്ലാവരും വന്ന് അന്നത്തെ അതിന് മുന്നേ അത് അവിടുന്ന് ചാടി ആ വീടിൻ്റെ തിണ്ണയുടെ അതുവഴി അങ്ങോട്ട് ഒരു 9 മണി സമയമായപ്പോഴാണ് ആൾക്കാർ വിളിക്കുന്നത്, പുലി കണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. അന്നേരം തന്നെ ഞാൻ ഓടി ഈ പുലിയെ കണ്ട സ്ഥലത്തെത്തി. ഞങ്ങൾ ഇവിടെല്ലാം നോക്കി ഇങ്ങനെ മേപ്പോട്ട് കാട്ടിനകത്തോട് നോക്കിയപ്പോൾ അവിടെ ഒരു കാട്ടുപൂച്ചയെ നല്ലവണ്ണം കടി കൊണ്ട് ചാവറെ കിടക്കുമായിരുന്നു. അതിപ്പോൾ ചത്തു. ആ കാട്ടുപൂച്ച കടിക്കുന്നതാണ് ഇവിടെ നിന്ന് നാട്ടുകാർ കണ്ടത്. തൊട്ടടുത്ത വീട്ടിലെ രാധാമണിയും അവരുടെ മക്കളും എല്ലാവരും കണ്ടു. നല്ല വ്യക്തമായിട്ട് പുലിയാണെന്ന് കണ്ടവർ. എന്തായാലും ഇതൊരു അംബേദ്കർ കോളനിയാണ്, അംബേദ്കർ ഗ്രാമമാണ്. എല്ലാവരും അടുത്തടുത്ത് തിങ്ങി പാർക്കുന്നൊരു മേഖലയാണ്. ഈ പുലിയുടെ ഒരു സാന്നിധ്യം അത് എന്തായാലും എല്ലാവർക്കും ഒരു ഭയമാണ് ഉള്ളിലുള്ളത്. എല്ലാ നാട്ടുകാർക്കെല്ലാം ആകെ ഒരു ഭയത്തിലാണിപ്പം. കാരണം ഇത്രയും ജനവാസ കേന്ദ്രമായ സ്ഥലത്ത് പോലും വന്യജീവികൾ ഇറങ്ങി തുടങ്ങിയെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്തായാലും അധികാരികളെ എല്ലാം അറിയിച്ചിട്ടുണ്ട്, ഫോറസ്റ്റുകാരൊക്കെ വരുന്നുണ്ട്. ഇതിന് എത്രയും പെട്ടെന്ന് വേണ്ട നടപടികൾ എന്തെങ്കിലും സ്വീകരിക്കേണ്ടതാണ്. എന്തെങ്കിലും ഒരു ഈ പുലിയെ കണ്ടെത്താൻ വേണ്ടി എന്തെങ്കിലും ഒരു മാർഗം സ്വീകരിച്ചേ മതിയോ. കാരണം ഏതാണ്ട് 500 കുടുംബങ്ങൾ അടുത്തടുത്ത് താമസിക്കുന്നൊരു മേഖലയാണ്. മാങ്കോട് വാർഡാണ്, അംബേദ്കർ കോളനിയാണ്. അതുകൊണ്ട് എല്ലാവരും അവരുടെ ഭീതിയിലും വിഷമത്തിലുമാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ജാതി അധിക്ഷേപത്തെ തുടർന്ന് ജീവനൊടുക്കിയ നിധിന്റെ മരണത്തിൽ ഉത്തരവാദികൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പട്ടികജാതി ക്ഷേമ സമിതി കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയാണ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ഡോക്ടർ BR അംബേദ്കർ ജയന്തിയും സംഘടിപ്പിച്ചു. ജാതിവെറിയുടെ പേരിൽ ജീവൻ നഷ്ടമായ മെഡിക്കൽ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. പട്ടികജാതി ക്ഷേമ സമിതി കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടിയൂരിലായിരുന്നു കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ഇതോടനുബന്ധിച്ച് ഡോക്ടർ BR അംബേദ്കർ ജയന്തി ആഘോഷവും നടത്തി. അനുസ്മരണ പ്രഭാഷണം, പുഷ്പാർച്ചന എന്നിവയും നടന്നു. കർഷക തൊഴിലാളി യൂണിയൻ കൊല്ലം ജില്ലാ വൈസ് പ്രസിഡന്റ് PK ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. PKS കരുനാഗപ്പള്ളി ഏരിയ പ്രസിഡന്റ് K അനിൽ അധ്യക്ഷത വഹിച്ചു. M സുരേഷ് കുമാർ ആമുഖ പ്രഭാഷണവും കർഷക സംഘം ഏരിയ പ്രസിഡന്റ് T രാജീവ് അനുസ്മരണ പ്രഭാഷണവും നടത്തി. പഞ്ചായത്ത് അംഗം കുറ്റിയിൽ സജീവ, PKS ഏരിയ ട്രഷറർ K കുട്ടപ്പൻ, ശാരദ, കുഞ്ഞുമോൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു കാലഘട്ടത്തിൽ ആണ് നമ്മളിപ്പോൾ ജീവിക്കേണ്ടി വന്നത്. വലിയ രീതിയിലുള്ള പ്രതിരോധം തീർത്തുകൊണ്ട് മതേതര ശക്തികൾ കൂടുതൽ കരുത്തോടെ വരേണ്ട ഈ കാലഘട്ടത്തിൽ മത തീവ്രവാദികൾ കൂടുതൽ അഴിഞ്ഞാടുകയും അവർ ഭരണകൂട ഭീകരതയ്ക്ക് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കുന്ന അവസ്ഥയിൽ രാജ്യം എത്തി നിൽക്കുമ്പോൾ ആ ഭരണകൂട ഭീകരതയ്ക്കെതിരെ പോരാടുന്നതിന് അംബേദ്കർ ഉയർത്തിപ്പിടിച്ച വലിയ രീതിയിലുള്ള ആശയങ്ങൾ കൂടുതൽ പ്രചരിപ്പിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് ഈ മത തീവ്രവാദികൾക്കും മതഭരണകൂട ഭീകരവാദികൾക്കുമെതിരെ ശക്തമായി പോരാടാൻ അംബേദ്കറുടെ കരുത്തും അദ്ദേഹത്തിൻ്റെ അറിവും നമുക്ക് പ്രചോദനമാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ആക്രമണം നടത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച യുവാക്കൾ അറസ്റ്റിൽ. ഇവർ സഞ്ചരിച്ച കാറിൽ നിന്ന് 19 ചാക്ക് പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. സംഭവത്തിൽ 3 പേരെയാണ് കൊട്ടിയം പോലീസ് അറസ്റ്റ് ചെയ്തത്. കണ്ണനല്ലൂർ, മുഖത്തല, നെടുമ്പന സ്വദേശികളാണ് അറസ്റ്റിലായത്. ആക്രമണം നടത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച യുവാക്കളെയാണ് അറസ്റ്റ് ചെയ്തത്. ഇവർ സഞ്ചരിച്ച വാഹനത്തിൽ നിന്ന് 19 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും പിടികൂടി. കണ്ണനല്ലൂർ ഷർമി മൻസിലിൽ ഷഹാർ, മുഖത്തല പാങ്കോണം കടയിൽ വീട്ടിൽ അജ്മൽ, നെടുമ്പന അജ്മൽ മൻസിലിൽ അമൽ എന്നിവരാണ് കൊട്ടിയം പോലീസിന്റെ പിടിയിലായത്. ചൊവ്വാഴ്ച രാത്രിയായിരുന്നു സംഭവം. തടത്തിൽ ജംഗ്ഷന് സമീപത്തെ തട്ടുകടയിൽ ഭക്ഷണം കഴിക്കാനെത്തിയ യുവാക്കളുടെ സംഘം തട്ടുകട ജീവനക്കാരനെയും സമീപത്ത് നിന്നിരുന്ന ആളെയും ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞ് ആക്രമിക്കുകയായിരുന്നു. ഷഹാർ കത്തികൊണ്ടും അജ്മൽ കമ്പിവടി കൊണ്ടും ഇവരെ ആക്രമിച്ചു. ഇവർ നടത്തിയ അക്രമം ഫോണിൽ ചിത്രീകരിച്ചു എന്നാരോപിച്ചാണ് സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ബിനു എന്ന യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. ഇയാളുടെ ഫോണും തകർത്തു. തുടർന്ന് പ്രതികൾക്കെതിരെ പോലീസ് കേസുകൾ രജിസ്റ്റർ ചെയ്തതോടെ ഇവർ ഒളിവിൽ പോവുകയായിരുന്നു. സംഘത്തിലുണ്ടായിരുന്ന 2 പേരെ കുറിച്ചുകൂടി പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട്. ചാത്തന്നൂർ ACP അനുരൂപിന്റെ നിർദ്ദേശപ്രകാരം കൊട്ടിയം SHO അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ SI ഇൻസമാം, CPOമാരായ ചന്തു, അരുൺകുമാർ, ഹരീഷ് എന്നിവരടങ്ങിയ സംഘമാണ് ഇവരെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും.
പുണർന്ന് മലയാളം. കർണികാരങ്ങളാൽ കണിയൊരുക്കി മലയാളികൾ വിഷു ആഘോഷിക്കുന്നു. ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ പ്രത്യേക ചടങ്ങുകൾ. മൺസൂൺ പതിവിലും കുറവായിരിക്കുമെന്ന കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ആദ്യഘട്ട പ്രവചനം കേരളത്തെ കാര്യമായി ബാധിക്കില്ലെന്ന് സൂചന. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കാലവർഷ ലഭ്യതയിൽ കാര്യമായ കുറവുണ്ടാകില്ലെന്ന് സ്വകാര്യ ഏജൻസിയായ സ്കൈമെറ്റ്. എൽനിനോ പ്രതിഭാസം ഓഗസ്റ്റിൽ സാന്നിധ്യം അറിയിക്കുമെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ കേന്ദ്രം. വിഷുദിനത്തിൽ സ്വർണ്ണവിലയിൽ വർധനവ്. പവന് 1040 രൂപ വർദ്ധിച്ചു. ഗ്രാമിന് 130 രൂപ കൂടി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.